മലയാള സിനിമയിൽ മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒപ്പം എടുത്തു പറയുന്ന പേര്. അതിലുപരി കാക്കിയിട്ടാൽ ആനയ്ക്ക് നെറ്റിവട്ടം കിട്ടിയ പോലെ അത്രയ്ക്കും പെർഫെക്റ്റ്. ഇതിനൊക്കെ ഉപരി സാമൂഹിക വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരു വ്യക്തിത്വം. ഏതാണ്ട് 20 വർഷം മുമ്പ് എയ്ഡ്സ് രോഗം ബാധിച്ച 2 കുട്ടികളെ എടുത്തു നിൽക്കുന്ന ഒരു ചിത്രം നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകും. ഇതൊക്കെയാണ് അദ്ദേഹം BJPയുടെ സ്ഥാനാർത്ഥിയാകുന്നതിന് മുൻപ് സുരേഷ് ഗോപിയെക്കുറിച്ചുള്ള ജനങ്ങളുടെ അറിവ്. ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അദ്ദേഹം BJPക്ക് പകരം മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലാണ് ആദ്യം മത്സരിച്ചതെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം ജയിച്ചേനെ എന്ന്. ഇന്നസെന്റിനെ പോലെ, അല്ലെങ്കിൽ മുകേഷിനെ പോലെ. 2016 BJP വാഗ്ദാനം ചെയ്ത രാജ്യസഭാ സീറ്റിലൂടെ 2016 മുതൽ 2022 വരെ അദ്ദേഹം രാജ്യസഭാ MP ആയി സേവനമനുഷ്ഠിച്ചു. അതിനിടയിൽ വന്ന 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം മത്സരിച്ചു. ഈ സമയത്താണ് തൃശൂർ ഞാനിങ്ങ് എടുക്കുക എന്ന പ്രസ്താവനയൊക്കെ. എങ്കിലും ആ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെട്ടു. 2,93,822 വോട്ടുകൾ സുരേഷ് ഗോപി നേടിയപ്പോൾ TN പ്രതാപൻ 4,15,089 വോട്ടുകൾ നേടി വിജയിച്ചു. എന്നിരുന്നാലും 2014 തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് BJPയുടെ വോട്ട് ഷെയറിൽ 17% വർധനവ് രേഖപ്പെടുത്തി. പിന്നീട് 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചു. എങ്കിലും LDF സ്ഥാനാർത്ഥി P ബാലചന്ദ്രനോട് 3,806 വോട്ടുകൾക്ക് അദ്ദേഹം പരാജയപ്പെട്ടു. ആ ഇലക്ഷൻ സമയത്ത് അദ്ദേഹത്തെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. നല്ല പൊരിവെയിലത്ത് തുറന്നൊരു പ്രചാരണ വണ്ടിയിൽ ആകെ വിയർത്തു കുളിച്ചിരിക്കുന്ന സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി.